പ്രളയക്കെടുതി അനുഭവിക്കുന്ന കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള ആക്ഷേപം വ്യാപകമാണ്. അടിയന്തര സഹായമായി 2000 കോടി ചോദിച്ച കേരളത്തിന് കേന്ദ്രം നൽകിയത് വെറും 500 കോടി രൂപ. ഇതിനിടെയാണ് കേരളത്തിന് സൗജന്യ അരി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവാദം പുറത്തുവന്നത്. ഇപ്പോൾ കേരളത്തിന് അരി അനുവദിക്കുന്നതിൽ അന്തിമ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ. പ്രളയക്കെടുതി അനുഭവിക്കുന്ന കേരളത്തിന് 1,18,000 മെട്രിക് ടൺ അരി സൗജന്യമായി നൽകണമെന്നാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ അത്രയും നൽകാൻ ആവില്ലെന്നും 89,000 മെട്രിക് ടൺ അരി നൽകാമെന്ന് കേന്ദ്രം അറിയിക്കുകയും ചെയ്തു. അരി സൗജന്യമാണെന്ന് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നതെങ്കിലും 1 കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ കേരളം 228 കോടി നൽകണമെന്നായിരുന്നു ഉത്തരവിറക്കിയത്. ഇത് ഉടനടി നൽകേണ്ടെന്ന ഇളവ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും നിശ്ചിത സമയപരിധിക്കുള്ളിൽ നൽകണമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനം പണം നൽകിയില്ലെങ്കിൽ കേന്ദ്രം അനുവദിക്കുന്ന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ഈ തുക കുറച്ച ശേഷം മാത്രമേ നൽകൂ എന്നും കേന്ദ്രം ഇറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ സൗജന്യ അരി പോലും ലഭിക്കാതെ പ്രളയത്തെ നേരിടേണ്ട ഗതിയിലായി കേരളം. പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയ പ്രധാനമന്ത്രിയോട് കേരളം 1 മാസത്തെ റേഷൻ വിഹിതമായി 1.18 ലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങളാണ് ആവശ്യപ്പെട്ടിരുന്നത്. അരിക്ക് പിന്നാലെ മണ്ണെണ്ണ നൽകുന്നതിൽ കേരളത്തോട് കേന്ദ്രം അവഗണന കാട്ടിയിരുന്നു. സൗജന്യ മണ്ണെണ്ണ നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളിയിരുന്നു. 12,000 കിലോ ലിറ്റർ മണ്ണെണ്ണ കേന്ദ്രം കേരളത്തിന് നൽകും. എന്നാൽ സബ്സിഡി ഉണ്ടാകില്ലെന്നാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. സബ്സിഡി ഉണ്ടെങ്കിൽ മണ്ണെണ്ണ ലിറ്ററിന് 13 രൂപ നൽകിയാൽ മതി. എന്നാൽ സബ്സിഡി ഇല്ലാത്തതിനാൽ ലിറ്ററിന് 70 രൂപ നിരക്കിൽ മണ്ണെണ്ണ വാങ്ങേണ്ടി വരും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.